ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമസ്കാരം. എല്ലാവർക്കും ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഗ്രോത്തിനാണല്ലോ ഫോക്കസ്. ഗ്രോ ചെയ്യാതിരിക്കാനല്ലല്ലോ നമ്മൾ ഫോക്കസിനെ കുറിച്ച് പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളല്ലാത്ത ആളുകൾ ആരെങ്കിലും നമ്മളിൽ ഫോക്കസ് ചെയ്താൽ നമ്മളുടെ ഗ്രോത്ത് സാധ്യമാകുമോ എന്നൊന്ന് തിരിച്ചു ചോദിച്ചു നോക്കാം. ഇപ്പോൾ നമ്മൾ തന്നെ നമ്മളിൽ ഫോക്കസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചു. ചില ആളുകൾ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട ചില സമയമുണ്ട്. അവർ നമ്മളെ ഫോക്കസ് ചെയ്താലാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുക. ഉദാഹരണം, നമ്മൾ മെൻറ്റേഴ്സ് നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ അവരോട് തുറന്ന് കാര്യങ്ങൾ പറയുമ്പോഴാണ് അവർ നമ്മളുടെ ഫോക്കസുമായി ബന്ധപ്പെട്ട് അവർ നമ്മളിലേക്ക് നോക്കുക. ഡോക്ടേഴ്സ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്, അത് തുറന്നു പറയുമ്പോൾ ഡോക്ടേഴ്സ് നമ്മളിലേക്ക് ഫോക്കസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഗ്രോ ചെയ്യൂ. നമ്മളുടെ ഗ്രോത്തുമായി കണക്ട് ചെയ്ത നമ്മളുടെ പേഴ്സണൽ അഡ്വൈസർ, ടെക്നിക്കൽ അഡ്വൈസേഴ്സ്, എൻജിനീയേഴ്സ്, അതേപോലെ ലോയേഴ്സ്, ഇങ്ങനെയുള്ള കുറച്ച് ആളുകളുണ്ട്. ടീച്ചേഴ്സ്, മെൻറ്റേഴ്സ്, ഇവരെല്ലാവരും നമ്മളോട് നമ്മളിലേക്ക് അവരുടെ ജീവിതത്തിൻ്റെ വളരെ നിർണായകമായ സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ച് നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യൽ അത്യാവശ്യമാണ്. അവരാരൊക്കെയാണോ അതിൻ്റെ ലിസ്റ്റ് നമ്മൾ ഓരോരുത്തരൊന്നും ഉണ്ടാക്കി നോക്കുക. അവരൊക്കെ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്താലാണ് ശരിക്ക് നമ്മളുടെ ഗ്രോത്ത് സമ്പൂർണ്ണമാവുക. അല്ല എങ്കിൽ നമ്മൾ ഒറ്റക്കാണ് നമ്മൾ വിജയിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ വിചാരിച്ചാൽ, നമ്മൾ ഒറ്റക്ക് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ വിജയിക്കാൻ പോകുന്നത് എന്ന് വിചാരിച്ചാൽ അതൊരു പക്ഷേ സാധ്യം ആകണം എന്നില്ല. കാരണം നമ്മളുടെ മുഖം കാണാൻ പോലും നമുക്ക് നമ്മുടെ ഒരു കണ്ണാടിയുടെ സഹായം ആവശ്യം. നമ്മുടെ സ്വന്തം മുഖം കാണാൻ ഒരു കണ്ണാടി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളുടെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ ഒരുപാട് ആളുകളുടെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. അവരുടെ കണ്ണുകളും അവരുടെ ശ്രദ്ധയും അവരുടെ വാക്കുകളും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ വളർച്ചക്ക് ആവശ്യമായ, നമ്മുടെ ഉയർച്ചക്ക് ആവശ്യമായ, നമ്മൾ മാത്രമല്ലാതെ ഫോക്കസ് ചെയ്യേണ്ട ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മെൻറ്റർ ഇല്ലെങ്കിൽ മെൻറ്റർ ഉണ്ടാവണം. മുമ്പൊക്കെ നമ്മൾ പറയാറുണ്ട് പോസ്റ്റ് മെരിറ്റൽ കൺസൾട്ടൻസ് എന്ന് പറയും, PMS, EMCs ഓർ പ്രീ മെരിറ്റൽ കൺസൾട്ടൻസ്. അങ്ങനെയുള്ള ആളുകൾ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് പോലും ആളുകൾ കറക്റ്റായിട്ട് കൃത്യമായിട്ട് തുറന്ന് പറയാതെ ഇരുന്നാൽ കൃത്യമായ ആൻസർ അവർക്ക് നൽകാൻ സാധിക്കില്ല. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചക്കും ഉയർച്ചക്കും ഉന്നമനത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി നമുക്ക് വേണ്ടി കണ്ണു തുറന്നു നമ്മളെ നോക്കുന്ന ആളുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതായത് നമ്മളുടെ കണ്ണുകൾ മാത്രം, നമ്മളുടെ ഉൾക്കണ്ണുകളോ പുറത്തെ കണ്ണുകളോ ഒന്നും തുറന്നുകൊണ്ട് മാത്രമാവില്ല നമ്മളുടെ ഗ്രോത്തിൻ്റെ പൂർണ്ണത എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളെക്കുറിച്ച് ഉണ്ടാവേണ്ടുന്ന ഒരു കൃത്യമായ തോന്നലാണ്, എനിക്ക് ഇന്ന 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 ഏരിയകളിൽ ഇന്ന ശതമാനം ഗ്രോത്ത് കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത്. അതല്ലാത്ത ഒരാൾ, അസുഖമുള്ള ഒരാളോട് വീട്ടിലുള്ള മറ്റാളുകൾ പറയും, നിങ്ങളൊന്ന് ഡോക്ടറെ കാണിച്ചുകൂടെ, നിങ്ങൾക്ക് എത്ര ദിവസമായി ഈ രോഗവുമായി ഇങ്ങനെ നടക്കുന്നു, ഒന്ന് ഡോക്ടറെ കാണിച്ചാൽ. അത് കുഴപ്പമില്ല, അതിനൊരു പ്രശ്നമൊന്നുമില്ല, അത് ഞാൻ ഇത് കഴിച്ചാൽ ശരിയാവും, ഞാൻ ആൾറെഡി മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങി കഴിച്ചിട്ടുണ്ടല്ലോ. സി, ഐ ആം ഓക്കെ.
ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലാണ്. ഐ ആം ഓക്കെ, ഞാൻ ഓക്കെയാണ്. അതിനേക്കാൾ അപ്പുറത്തേക്കാണ് ഫുൾ ബോട്ടിൽ ആറ്റിറ്റ്യൂഡ്. ഐ ആം കംപ്ലീറ്റ്ലി പെർഫെക്റ്റ്. എന്നെ ഇങ്ങോട്ട് അഡ്വൈസ് ചെയ്യേണ്ട, നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ പോവില്ല എന്ന് നിൽക്കുന്ന അങ്ങേയറ്റം അഹം ഭാവമുള്ള അഹംകാരികളായിട്ടുള്ള രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് കണ്ടിട്ടുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പെർഫെക്റ്റ്ലി ഓക്കെ ആയിരിക്കും. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഐ, നിങ്ങളൊന്നും പറയുന്നത് ശരിയല്ല, ഐ ആം ഓക്കെ. ഈ ലെവലിൽ ഉള്ള ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഏതൊക്കെ ഏരിയ ഇനി ഗ്രോ ചെയ്യണമെന്ന് അവർ എന്ത് തന്നെ കണ്ണാടിയിൽ നോക്കിയാലും അവർക്ക് മനസ്സിലാവില്ല. കാരണം ദേ നോ ദേ ആർ ഓക്കെ 100%. നമ്മളൊരു കാര്യം ഒബ്സർവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയാറുണ്ട്, 4 eyes ആർ ബെറ്റർ ദാൻ 2 eyes. 4 കണ്ണുകൾ 2 കണ്ണുകളെക്കാൾ എപ്പോഴും മികച്ചത് തന്നെയാണ്. അപ്പോൾ എന്നെക്കാൾ മികച്ച രൂപത്തിൽ എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ചുറ്റുപാടുമുണ്ടെങ്കിൽ അവരുടെ കേൾവി, അവരുടെ കാഴ്ച അനുവദിച്ചു കൊടുത്താൽ നമുക്ക് ഒരുപാട് ഇനിയും ഗ്രോ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ തലയുടെ പുറത്ത് ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങളുടെ പുറം ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും? ഇല്ല. എന്തിനേറെ പറയുന്നു, ഒരല്പം തടി കൂടിയാൽ കാലിൻ്റെ അടിഭാഗം കാണാനോ ഒരു മര്യാദക്ക് ഒരു സോക്സ് ഇടാനോ കൃത്യമായി ഒന്ന് കുനിയാൻ പോലും ഒരു മനുഷ്യന് സ്വന്തമായി സാധിക്കില്ല എങ്കിൽ ജീവിതത്തിൽ അവനവൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി സഹായിക്കാൻ ഒരുപാട് ആളുകളുടെ സഹായം ഇടതും വലതും മുൻപിലും ഒക്കെ പലപ്പോഴായിട്ട് ആവശ്യമുണ്ട് എന്നുള്ളതൊരു വലിയ സത്യമാണ്. അപ്പോൾ നമ്മളുടെ ഗ്രോത്തിന് നമ്മളുടെ മാത്രം കണ്ണുകളും നമ്മളുടെ മാത്രം ചിന്തകളും നമ്മളുടെ മാത്രം അകക്കണ്ണുകളും ഫോക്കസുകളും പോരാ, മറിച്ച് നമ്മളെ ഫോക്കസ് ചെയ്യാൻ ചില ആളുകൾ കൂടി ആവശ്യമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രക്ഷിതാക്കളോടും അധ്യാപകരോടും നമ്മളെ ഫോക്കസ് ചെയ്യാനും എന്നെ തിരുത്താനും എന്നെ വളർത്താനും എന്നെ ഉയർത്താനും എൻ്റെ ഉയർച്ചക്ക് ഞാൻ മനസ്സിലാക്കാത്ത, ഞാൻ അറിയാത്ത, എനിക്കറിയാത്ത, ഞാൻ പഠിച്ചിട്ടില്ലാത്ത, ഞാൻ ഉയരേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നിങ്ങൾ നൽകണമെന്ന് പറയാനുള്ള മിനിമം ആറ്റിറ്റ്യൂഡ് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നതോടു കൂടിയാണ് അയാളുടെ ഗ്രോത്ത് ബേസിക്കലി സ്റ്റാർട്ടാവുന്നത്. അത് കൾട്ടിവേറ്റ് ചെയ്യപ്പെടും. അത് വിത്തിറക്കാൻ വേണ്ടി മണ്ണ് പാകപ്പെടുത്തുന്നത് പോലെ മനസ്സ് ഒരുങ്ങി നിന്ന് കൊടുക്കാതെ ഒരാൾ ഒരുങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഒരു മണവാട്ടിയെ ഒരുക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ കൂടി ഒരുപാട് രൂപത്തിൽ അലങ്കരിച്ചൊരുക്കി മണിക്കൂറുകൾ നീണ്ട ഒരു പ്രവൃത്തി കൊണ്ട് പുറത്തിറക്കി കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഒരു വ്യക്തിയെ അവരറിയാതെ അവർക്ക് മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങൾ കൃത്യമായി പോളിഷ് ചെയ്ത് നിറം കൊടുത്ത് വൃത്തിയാക്കി ഭംഗിയാക്കി അലങ്കാരമാക്കി വളരെ നറിഷ്ഡ് മോഡലിൽ അവരെ ഉയർത്തി വളർത്തി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ ഇത്തരത്തിൽ പുറത്തു നിന്ന ആളുകൾക്ക് സാധിക്കും. അവരെ കൂടി ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള അനുവാദം നൽകണം. അതും 12, 13, 14 വയസ്സാകുമ്പോൾ കുട്ടികൾ ഞാനിനി വലിയ കുട്ടിയായി എന്നെ നോക്കേണ്ട, എന്നെ ഉപദേശിക്കേണ്ട എന്നൊക്കെ പറയാൻ മാത്രം ധാർഷ്ട്യവും ധിക്കാരവും ഒക്കെ കാണിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് എത്ര കാലം ജീവിച്ചാലും ആ ഒരു മൈൻഡ് സെറ്റ് കണ്ടിന്യൂ ചെയ്തിട്ടുള്ള നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ഒരുപാട് ആളുകളെ നമുക്കറിയാം. അതിനേക്കാൾ വലുതൊന്നുമല്ല ഉത്തരാധുനിക ലോകത്തെ പുതിയ കുട്ടികൾ. അതിനേക്കാൾ രൂക്ഷമായ ധാർഷ്ട്യമായ രൂപത്തിലും സ്വഭാവത്തിലുമൊക്കെ തൻ്റെ നാവും ശരീരവും ഒക്കെ സമൂഹത്തിനെതിരെ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ, ധിക്കാര പ്രകടനങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ തൻ്റെ ഗ്രോത്തിന് തൻ്റെ ചുറ്റുപാടുമുള്ള പലരുടെയും ആവശ്യം, തൻ്റെ ഒരുക്കലിന്, തൻ്റെ അലങ്കാരത്തിന്, തൻ്റെ ഉയർച്ചക്ക്, തൻ്റെ മികവിന്, തൻ്റെ ഭംഗിക്ക്, തന്നെ പ്രദർശിപ്പിക്കാൻ ഒരുപാട് ആളുകൾ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു വിവരമില്ലായ്മയിൽ നിന്ന് നമ്മളുടെ
സമൂഹത്തെ തിരിച്ചു കൊണ്ടുവന്നിടുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. സോ അറിവില്ലായ്മയാണ് എൻ്റെ ശത്രു എന്ന ഓറഞ്ച് ആപ്പിളിൻ്റെ 5 വർഷമായിട്ടുള്ള വളരെ ശക്തമായ മുദ്രാവാക്യം, അതിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് കളറിംഗ് ലൈഫ്സ് ഫ്രൂട്ട്ഫുള്ളി, ജീവിതങ്ങൾക്ക് ഫലവത്തായ നിറങ്ങൾ പകരുക എന്നുള്ള ഈ ഉദ്യമം. ഇതിൽ ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ഗോഡ് ബ്ലെസ് ആൻഡ് താങ്ക് യു so much and love you all. Okay, sir. Thank you. Thank you, sir. Thank you so much. Thank you. താങ്ക് യു സാർ. Thank you. നല്ല പോയിന്റ്സ്, you, sir. നല്ല മൈൻഡിലേക്ക് കയറ്റേണ്ട പോയിന്റ്സ് ആണ് സാറിന്റെ ഇന്നത്തെ ക്ലാസ്. Thank താങ്ക് you. യു സോ മച്ച് സർ. Thank you. Thank you.